Hello guys, welcome back to my YouTube channel. This is Tejthango and you're watching Tejthango Diaries. ഇന്ന് ആക്ച്വലി ഒരു വലിയ സർപ്രൈസ് എൻ്റെ അമ്മക്കും ചേച്ചിക്കും കൊടുക്കാൻ പോവാണ്. നിങ്ങൾക്കും ആണെന്ന് വേണമെങ്കിൽ പറയാം, ബിക്കോസ് ഞാൻ അമ്മേനെയും ചേച്ചിയും കൊണ്ട് ഒരു സർപ്രൈസ് ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകാൻ പോവാണ്. അമ്മയ്ക്കും ചേച്ചിക്കും ഇതുവരെ അതിനെപ്പറ്റി അറിയില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ റിവീൽ ചെയ്യാൻ പോകണം? അല്ല ഗൈസ്, നമ്മൾ നാളെയാണ് ട്രിപ്പ് തന്നെ പോകാൻ പോകുന്നത്. ഇവർക്ക് ഇപ്പോഴും അറിയില്ല. സോ ഞാൻ ഡെസ്റ്റിനേഷൻ എവിടെയെന്ന് നിങ്ങളുടെ അടുത്തും റിവീൽ ചെയ്യുന്നില്ല, അവരുടെ അടുത്തും റിവീൽ ചെയ്യുന്നില്ല. സോ നേരെ പോയിട്ട് പറയാം, നമ്മുടെ ഒരു 7 days ട്രിപ്പാണ്. അപ്പോൾ ഞാൻ പോയി പറയാം 7 days ട്രിപ്പാണ്, പാക്ക് ചെയ്യേണ്ടതൊക്കെ പാക്ക് ചെയ്തോ, എടുക്കേണ്ടതൊക്കെ എടുത്തോ, ഞാൻ എനിക്ക് വേണ്ടതൊക്കെ എടുക്കും, നാളെ 4 മണിക്ക് ഇവിടുന്ന് ഇറങ്ങുമെന്നാണ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഏതാ സ്ഥലം എന്നറിയില്ല, എന്ത് ഡ്രസ്സ് എടുക്കണം എന്ന് ഇവർക്ക് അറിയത്തില്ല. ഇനിയിപ്പോൾ അവർക്ക് അറിയത്ത് പോലില്ല കേരളത്തിൻ്റെ പുറത്തോ ഇന്ത്യൻ്റെ പുറത്തോ ആണ് പോകുന്നത് പോലും. നാളെ നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്ന വഴി അവർ കണ്ടാൽ മതി സംഭവം എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ടോ പോകേണ്ടതാണെന്നുള്ളതൊക്കെ. അപ്പോൾ എനിക്കറിയില്ല അവരെങ്ങനെയാണ് റിയാക്ട് ചെയ്യുക. ഞാൻ അന്വേഷിച്ചിടത്തോളം അമ്മക്കും ചേച്ചിക്കും നെക്സ്റ്റ് ഒരു 1 week അങ്ങനെ പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നും ഇല്ല എന്നാണ് അറിഞ്ഞത്. പ്ലാൻസ് ഉണ്ടെങ്കിൽ എനിക്ക് വേണ്ടി അവർ ക്യാൻസൽ ചെയ്യണം. അപ്പോൾ അടുത്ത ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകാൻ പോകണം. അമ്മേൻ്റെ ചേച്ചിൻ്റെ 3ാമത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. പിന്നെ പപ്പയില്ല, ഇതൊരു ഗേൾസ് ഓൺലി ട്രിപ്പാണ്. സ്നേഹം എന്താണെന്ന് നിങ്ങളും ഗസ് ചെയ്യുക. അമ്മേനെ ഞാനിവിടെ മെഗ്ഡിയിൽ കോഫി കുടിക്കാൻ വേണ്ടി ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ അമ്മയാണെങ്കിൽ എപ്പോഴും അമ്മക്ക് ഞാൻ സർപ്രൈസ് കൊടുക്കണോണ്ട് തുള്ളിച്ചടി വന്നിട്ടുണ്ട്, ഹായ് എന്തോ സർപ്രൈസാണ് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് മെല്ലെ പോയിട്ട് പറയാം ട്രിപ്പ് പോകണ്ടെന്ന്. പക്ഷേ വലിയ സർപ്രൈസ് ആവുമെന്ന് അറിയില്ല, ബിക്കോസ് നമുക്ക് അറിയില്ലല്ലോ നമ്മൾ കൺട്രീൻ്റെ പുറത്താണ് പോകുന്നതെന്ന്. വെറുതെ എങ്ങോട്ടെങ്കിലും എന്നായിരിക്കും വിചാരിക്കുക. ഹായ് ഹായ്, എന്തായിരിക്കും എനിക്കറിയോ എന്താവും എപ്പോഴും എൻ്റെ അടുത്ത് സർപ്രൈസ്. അപ്പം ഞാൻ അതുകൊണ്ട് ഒന്ന് ഉറക്കെ പറഞ്ഞ നല്ലതായിരുന്നു. സർപ്രൈസ് അല്ലേ? പിന്നെ ശരി, സർപ്രൈസ് എന്താ പറയട്ടെ, ഞാനും അമ്മയും ചേച്ചിയും കൂടെ നാളെ ഒരു ട്രിപ്പിന് പോവും. 7 ദിവസത്തെ ട്രിപ്പിന്. കാര്യത്തിൽ നമ്മൾ 3 കൂടെ ഗേൾസ് ഓൺലി ട്രിപ്പ് നാളെ പോവും 4 മണിക്ക്. ഞാൻ പറഞ്ഞു നീ വെറുത്തണോ? നീ നോണ പറയണ്ട. നമ്മൾ 3 ഗേൾസ് ഓൺലി ട്രിപ്പിന് പോകും 7 ദിവസത്തെ. നാളെ വൈകുന്നേരം പാക്ക് ചെയ്യേണ്ടൊക്കെ പാക്ക് ചെയ്തോ, എടുക്കേണ്ടൊക്കെ എടുത്തോ, വാങ്ങേണ്ട എന്താ നീ ഇങ്ങനെ പറയുന്നത്? നാളെ പോണ പറയുന്നത് ഞാൻ എന്ത് ചെയ്യും? എവിടേക്ക്? അതൊന്നും ഞാൻ പറയില്ല. നിങ്ങൾക്ക് ട്രിപ്പ് ഇഷ്ടല്ലേ? എനിക്കൊന്നും അറിയില്ല. അമ്മ വേണ്ട, ഒരു 2-3 ഡ്രസ്സ് വല്ലതും കയ്യിലെടുക്കും, ബാക്കി നമുക്ക് ആ സ്ഥലം എത്തിയിട്ട് വാങ്ങാലോ. തുണി കിട്ടാത്ത സ്ഥലമൊന്നുമല്ലല്ലോ. അങ്ങനെ പറ്റില്ല. അല്ല, ഞാൻ പറഞ്ഞിട്ടില്ല സ്ഥലം. ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തപ്പോൾ ഞാൻ ചീത്ത പറഞ്ഞല്ലോ. ഇപ്പോൾ മനസ്സിലായി എന്തിനാ അനാവശ്യമായി ഡ്രസ്സ് എടുത്തതെന്ന്. ഓർഡർ ചെയ്ത് ഓരോന്നൊക്കെ വന്നപ്പോൾ എവിടെ പോകുമ്പോൾ ഇടും ചോദിച്ചില്ലേ. 7 ദിവസം സന്തോഷം, വെക്കേഷൻ, ഗേൾസ് ഓൺലി. ചേച്ചിക്ക് നമ്മൾ ഓഫീസിൽ പോയി പറയും. ചേച്ചിക്കും അറിയില്ല. ട്രെയിൻ പ്ലെയിൻ ഒന്നുമില്ല, മിണ്ടാതെ കണ്ണടച്ച എൻ്റെ കൂടെ വരിക, പറയുന്ന പോലെയൊക്കെ അങ്ങനെ ഒന്നും പറ്റില്ല. എന്താ വിചാരം? ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ ഞാൻ പറയില്ല ബസ്സാണോ കാറാണോ ട്രെയിനാണോ പ്ലെയിനാണോ നടക്കുകയാണോ. നിങ്ങൾ എന്താ ചെയ്യുക, 7 ദിവസത്തേക്കുള്ളതാണ്. സോ അതനുസരിച്ച് മരുന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കുക, സ്കിൻ കെയറും സാധനങ്ങളും എടുക്കുക. ഡ്രസ്സ് 1 2 ഒരു 3 പെയർ എടുത്താൽ മതി. ബാക്കി അവിടെ പോയി നോക്കാം, അല്ലെങ്കിൽ ഒരു 4 പെയർ എടുത്തോ. എന്നിട്ട് നമ്മൾ പോകുന്നു. എന്നിട്ട് 7 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുന്നു. സുഖം. വന്നിട്ട് പറയണം ആ ട്രിപ്പ് പോവാ, ഞാൻ ചാടിപ്പോവും. ഒന്നും പറയണ്ട, അത് പറയില്ല. എങ്ങനെ എവിടെ പോണി? അതൊക്കെ നിങ്ങൾ കാണുമ്പോ അറിഞ്ഞാൽ മതി. ശരി, എവിടേക്കാണ്? അതും കാണും പറഞ്ഞാൽ മതി. സന്തോഷമുണ്ടോ ഇല്ലേ? സന്തോഷമല്ല. പെട്ടെന്ന് ഇപ്പം ഞാൻ എന്തൊക്കെ ഷോക്കായോ? ഇനി എന്തൊക്കെ ഇപ്പം ചെയ്യണം, എന്തൊക്കെ നോക്കണം, ഇനി എന്തൊക്കെ അത്യാവശ്യം വേണ്ടത് എന്താ വെച്ചാൽ ഫോണിൽ നോട്ട് ചെയ്താൽ ഇന്ന് പോയിട്ട് വേഗം എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വേണ്ടതൊക്കെ വാങ്ങാം. ട്രാവൽ എസെൻഷ്യൽസ് ചേച്ചിയും വിളിച്ചിട്ട് പോവാം. എന്ത് തോന്നുന്നു ഇങ്ങനത്തെ ഒരു മോളെ കിട്ടിയപ്പോൾ? അതൊക്കെ ശരി, നല്ലതാണ്. പക്ഷെ ഇങ്ങനെ തലേ ദിവസം പറയുന്നത് ശരിയല്ല. അതാണ് ഞാൻ വിചാരിച്ച നാളെ പറയാമെന്ന് ഞാൻ വിചാരിച്ചു. നാളെ പോകുമ്പോൾ സെക്കൻഡ് തൊട്ട് അങ്ങനെ വിചാരിച്ച് നേരെ പിടിച്ച് വിളിച്ചോണ്ട് പോവാന്ന്. മൊത്തം നീ വെറുതെ ആണ്, എന്നെ പ്രാങ്ക് ആണ്, എനിക്ക് മനസ്സിലായി. സീരിയസ്ലി ട്രാവൽ വൗച്ചേഴ്സ് ഇല്ലല്ല. അമ്മയ്ക്ക് ഞാൻ അത് ചാൻസ് ഉണ്ടല്ലോ, ബിക്കോസ് ഞാൻ എപ്പോഴും പറ്റിക്കണ ഒരു കൈൻഡ് ഓഫ് കുട്ടിയാണല്ലോ. അതുകൊണ്ട് ഞാൻ എന്നെ ഒരു കോമാളിയാക്കിയിട്ട് അവൾ എപ്പോഴും എന്നെ പറ്റിക്കുക. ഞാൻ പിന്നെ നിന്ന് കൊടുക്കുകയാണ്. ഞാൻ അവൾക്ക് ഇവളുടെ വീഡിയോ ഒക്കെ അങ്ങോട്ട് കയറട്ടേക്കോട്ടെ അവൻ്റെ നിന്ന് കൊടുക്കുകയാണ്. ശരി, ഞാൻ അമ്മക്ക് ഒന്ന് മാത്രം കാണിച്ചു തരാം. ഓക്കെ, ഇതിനകത്ത് സ്ഥലം റിവീൽ ആവുന്നുണ്ടോ? ഇല്ലല്ല. ഹോട്ടൽ വൗച്ചേഴ്സ്, ഇതാ എൻ്റെ പേര്, ചേച്ചിൻ്റെ പേര്, അമ്മൻ്റെ പേര്, ഹോട്ടൽ വൗച്ചേഴ്സ് ഉണ്ട്, എല്ലാം ഉണ്ട് എൻ്റെ. ഇല്ല, കഴിഞ്ഞു. സൂം ചെയ്ത് പിന്നെ സ്ഥലം കാണാമല്ലോ. അപ്പോൾ ഇത് റിയൽ ആണെന്ന് മനസ്സിലായല്ലോ.
ചേച്ചി നോക്കിക്കോ ഞാനില്ല എന്നൊക്കെ പറയും. ശരി, നമുക്ക് നോക്കാം. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും കോഫി കുടിച്ച് ഓഫീസിൽ പോയി ചേച്ചിൻ്റെ അടുത്ത് പറയാം. അവിടെ പപ്പയുണ്ട്. പപ്പ ഫുൾ സപ്പോർട്ടായിരുന്നു. പപ്പക്ക് ട്രിപ്പ് വരുമ്പോൾ പപ്പക്ക് ടെൻഷനാണ്. എന്ന് വെച്ചാൽ പപ്പക്ക് എപ്പോഴും വർക്ക് ചെയ്യുന്നതാണ് പപ്പക്ക് പ്ലഷർ കിട്ടുന്ന കാര്യം. അപ്പോൾ പപ്പ പറഞ്ഞു നിങ്ങൾ മൂന്നാളും പോകും, സൂപ്പറാണ്. അപ്പോൾ ഞാൻ ഓക്കെ ഗേൾസ് ഓൺലി എന്നാൽ പോവാന്ന്. അപ്പോൾ നമുക്കിനി ബാക്കി ഓഫീസിൽ പോയിട്ട് ചേച്ചിനെയും പപ്പേനെയും കണ്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. പ്രോസസ്സ് ചെയ്യട്ടെ, കുറച്ച് നേരം സമയം എടുക്കും. ഓക്കെ, അമ്മ ഗസ് ചെയ് എവിടെയായിരിക്കും? ഞാൻ പറയുകയാണെങ്കിൽ തായ്ലാൻഡ്. എന്താ നിങ്ങൾ ഇൻ്റർനാഷണലിലേക്ക് പോകുന്നത്? അല്ലേ, ഇന്റർനാഷണൽ അല്ലേ, കാശ്മീർ, ജമ്മു ആൻഡ് കാശ്മീർ. ശരി, ഇതാണ് അമ്മ പറഞ്ഞത്. അമ്മയ്ക്ക് എവിടെ പോകാൻ ആഗ്രഹം? അവിടെയാണെങ്കിൽ കുഴപ്പമില്ല. എവിടെ? ജമ്മു. ഞാൻ എല്ലാവരും കണ്ടപ്പോൾ കുറച്ചിങ്ങനെ നല്ലതാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇന്ത്യൻ്റെ ഉള്ളാണെങ്കിൽ ജമ്മു കാശ്മീർ അങ്ങനെ ആ ഒരു റിലേറ്റഡ് സ്ഥലമായിരിക്കും. അപ്പോൾ ഞാൻ യൂറോപ്പിൽ പോയി വന്നപ്പോൾ അമ്മക്ക് നല്ല ആഗ്രഹമായിരുന്നു ഇങ്ങോട്ടെങ്കിലും പോകാൻ. അമ്മ അത് പ്രകടപ്പിച്ചില്ലെങ്കിൽ എൻ്റെ ചെറുതായി വന്നിട്ട് നമുക്കും ഇങ്ങോട്ടെങ്കിൽ പോവാം അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പപ്പോട് വെച്ച് പപ്പ പറഞ്ഞു സിംഗപ്പൂർ, മലേഷ്യ അങ്ങനെ പോകുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ചുമ്മാ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതൊക്കെ സോളോ ട്രിപ്പ് പോയി വന്ന് ജാനുവരിയിൽ അമ്മോട് പറഞ്ഞതാണ്. അത് ഓർത്തിരിക്കുകയാണല്ലേ ഗൈസ്. അങ്ങനെ നമ്മൾ ഓഫീസിലെത്തി. ചേച്ചി എന്ത് പറയുന്ന തോന്നണേ? ചേച്ചി പറഞ്ഞാൽ വരില്ല എന്ന് പറയും ചിലപ്പോൾ. എനിക്ക് അങ്ങനെ തോന്നിയില്ല, വരില്ല പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ചേച്ചിനെയും ഞാനില്ല, നീ എന്നെ പറ്റിക്കുകയല്ലേ, നീ അമ്മയെ പോലെ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. ശരി, അപ്പോൾ നമുക്ക് ചേച്ചിനെ വിളിച്ച് നേരെ പപ്പൻ്റെ മറ്റേ അവിടേക്ക് പോവാം, മേലേക്ക് വാ. മേലേക്ക് വാ. നീ എന്താ ടെൻഷൻ ആവണ്? അവള് ടെൻഷൻ ആവണ്ട് തോന്നുന്നു. വാ. ഗൈസ്, പപ്പക്ക് നമ്മുടെ എല്ലാം കൊണ്ടും എപ്പോഴും സഹായിക്കുന്ന പപ്പ. പക്ഷെ എന്താ വെച്ചാൽ മെൻ്റൽ സപ്പോർട്ട് മാത്രമേ തരുള്ളൂ, വേറൊന്നും തരില്ല. ഓക്കെ ചേച്ചി, എന്താ തോന്നുന്നു ഞാൻ ഇങ്ങനെയൊക്കെ? എനിക്ക് അറിയില്ല, പറ. എന്താ നീ ചിരിക്കണേ? എന്താണ് പ്രാങ്ക് അല്ല. എന്താ ഇനി അടുത്ത സെമിന്റെ റിസൾട്ട് അല്ല, അതുപോലെ പറയട്ടെ. നമ്മൾ അവള് പറയട്ടെ. എന്ത് എനിക്ക് എന്നാ ഗസ് ഓ എന്തായിരിക്കും? എനിക്ക് എങ്ങനെ അറിയാം? ശരി പറയട്ടെ. എന്താണ്? നീയും ഞാനും എന്ത്? അവള് ആലോചിക്കട്ടെ. എന്താ പിന്നെ നാളെ പറയാ. നീയും ഞാനും അമ്മയും നമ്മൾ മൂന്നാളും കൂടെ നാളെ ഒരു ട്രിപ്പിന് പോവും. അതൊന്നും ഞാൻ നമ്മൾ മൂന്നാളും കൂടെ നാളെ പോയിട്ട് നമ്മൾ 26-ാം തീയതിയാണ് തിരിച്ചു വരിക. ഇറ്റ്സ് എ 7 to 8 days ട്രിപ്പ്. എവിടേക്കാണ് അത് പറയില്ല. അന്തപുരിക്കൊക്കെ അറിയാം. അമ്മക്കറിയില്ല. അമ്മോട് ഇപ്പഴാ പറയുന്നത്. അമ്മ കിളി വിട്ടിട്ട് ഇപ്പൊ മെഗ്ഡിന്ന് വരികയാണ്. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ കുറേ അടുത്ത് ചോദിച്ചു, പറയണേ ഇല്ല. നിനക്ക് എവിടെയാ തോന്നുന്നത്? എനിക്ക് എവിടെ അറിയില്ല. നിനക്ക് പാലക്കാട്. എനിക്കറിയില്ല എവിടേക്കാണ്. നീ ഒരു ക്ലൂ പറ. ഇല്ല, നിനക്കൊരു താല്പര്യം ഇല്ല. എവിടേക്കാണ്, എങ്ങനെയാണ്, എത്ര? 7 ദിവസം, മോഡറേറ്റ് ക്ലൈമറ്റ്, നമ്മൾ ഗേൾസ് ഓൺലി ട്രിപ്പ്, അടിപൊളി സ്ഥലം. ഫസ്റ്റ് ലെറ്റർ പറ. ഇല്ല, എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല സ്ഥലമേ. നിങ്ങൾക്കൊന്നും പറഞ്ഞില്ല, എൻ്റെ അടുത്ത് പറ. നാളെ 4 മണിയാകുമ്പോഴത്തേനും റെഡിയായി നിൽക്കുക. നമ്മൾ 4 മണിക്ക് വരുന്ന സ്ഥലം. എന്തിലാ പോണെന്നും കൂടി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഇതുവരെ. എന്നിട്ട് അത് നിങ്ങൾ ഗസ് ചെയ്തല്ലോ. ഒരുപാട് കളത്തരം പറയണ്ട. നീ എന്നെ അറിയാണ്ട് വായിന്ന് വന്നത്. ഞാൻ പാക്ക് ചെയ്യ് 7 ദിവസത്തേക്ക് സാധനങ്ങൾ. ഞാൻ പറയുകയാണെങ്കിൽ 7 ദിവസത്തേക്ക് നീ ഡ്രസ്സൊന്നും എടുക്കണ്ട. ഒരു 2-3 പെയർ ഓഫ് ഡ്രസ്സ് എടുത്താൽ മതി. ബാക്കി നമുക്ക് അവിടെ പോയിട്ട് എന്തെങ്കിലും നോക്കാം. അല്ല, പപ്പക്ക് ചോറ് ചോദിക്കുന്നതൊക്കെ ഞാൻ അങ്ങനെ എന്ത് ചെയ്യാ? അല്ലെങ്കിലും പപ്പ പറഞ്ഞു പപ്പ പട്ടിണി കിടന്നാലും കുഴപ്പമില്ല, നിങ്ങൾ എൻജോയ് ചെയ്യുന്നു. അത്ര നല്ല മനുഷ്യനായിരുന്നു പപ്പ. അതാ ഞാൻ പറഞ്ഞു, മെന്റൽ സപ്പോർട്ട് നല്ലോണം തോന്നുന്നു. സാമ്പത്തികമായി ഒരു ഉറുപ്പി അങ്ങോട്ട് തന്നില്ല. ഞാൻ ചോദിച്ചില്ല പറയുമ്പോൾ സുഖിച്ചിരിക്കുക. ശരി, നിങ്ങൾ ആരും ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട. വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ട്രിപ്പാണ്. മറന്നു വെച്ചിട്ട് വന്നതല്ലേ? അത് പാരീസിൽ ഞാൻ ചെറുതായിരുന്നു ഫൺ കാണിച്ചതാണ്. അതുപോലെ എവിടെയും കൊണ്ടുവരും നമ്മളെ മറന്നിട്ട് പോയാലോ? ഇടയ്ക്ക് പോകുമ്പോഴേ സോളോ ട്രിപ്പ് അയ്യോ കുറെ ഉണ്ടായിരുന്നല്ലോ, ഒക്കെ പോട്ടിട്ട് ഇറങ്ങിപ്പോയി. സോളോ ട്രിപ്പ് ആയിരുന്നു. കുറെ കഴിഞ്ഞു എൻ്റെ കൂടെ 2 ഇല്ല, നാട്ടിലെത്തിട്ട് പപ്പ ചോദിക്കുമ്പോഴേക്കും എവിടെ അവരെവിടെ? ഞാൻ ഒറ്റയ്ക്കല്ലേ പോയത്. എനിക്ക് ചോറ് ഒറ്റയ്ക്ക് വെക്കണം.
ഇതൊരു എക്സ്പീരിയൻസ് പഠിക്കാൻ independent ഇൻഡിപെൻഡന്റ് ആവാനുള്ള ഒരു രാവിലെ എണീക്കുക, അടുക്കളയിൽ പോയി സാധനം കൊടുത്തത് ചേച്ചി വെച്ച് തരും. ചേച്ചി അമ്മയ്ക്കിപ്പോൾ വെക്കേഷൻ, ഇനി ഒരു ബേർഡനും ഇല്ല, നാളെ തുള്ളിച്ചാടാ. രണ്ടാളും കിളിവിട്ട പോലെ ഇരിക്കുന്നു, എനിക്ക് നല്ല സന്തോഷമായി. യെസ്, എണീക്കണ്ട, ഞാൻ എടുത്തോണ്ട് പോവാം. ഓക്കെ ഗൈസ്, ചേച്ചി ഇപ്പോഴാണ് ട്രാക്കിലേക്ക് വന്നത്. ഇത്ര നേരം വേറെ മൂഡായിരുന്നു. സ്ഥലം ഗോവ. ഗോവ. രാജസ്ഥാനൊന്നുമല്ലല്ലോ, രാജസ്ഥാൻ ജയ്പൂർ നടക്കില്ല. വർക്കലയും ചേച്ചി പറഞ്ഞു. ഗോകർണ. അതേതാണ്? അത് എനിക്കറിയില്ലല്ലോ, അപ്പൊ അതില്ല. വർക്കല ഇന്ത്യൻ്റെ ഉള്ളിലാണല്ലേ, അതാണ് പാസ്പോർട്ട്. ഏത് ആ മുണ്ട് പോലത്തെ സാധനം ഹംപി ട്രഡീഷണൽ വൈബ് ആയിക്കോട്ടെ. മറ്റേ ഓറഞ്ച് കളറൊക്കെ ഉണ്ട്, കാവി പോലെ. അമ്മ ഒരു 5 സ്ഥലം ഗസ് ചെയ്യും, എന്നിട്ട് ആരെയില വരുന്നത് നോക്കാം. ഡൽഹി അവിടെ എനിക്കുണ്ട് ഡൗട്ട് ഉണ്ട്. പുള്ളി പറഞ്ഞ ഗോവയുണ്ട്, പിന്നെ കാശ്മീർ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് സമ്മർ എന്ന് പറഞ്ഞപ്പോൾ അത് ഡൗട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞു ഇവർക്കാണെങ്കിൽ സ്ഥലം അറിയണം നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ചേച്ചി എൻ്റെ അടുത്ത് മെയിൽ ചെയ്യാം, പിൻകോഡ് പറ, ക്യാപിറ്റൽ പറ അവിടുത്തെ, അങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഞാൻ ഒന്നും ആൻസർ ചെയ്യില്ല, പക്ഷേ വളരെ നല്ലതായിട്ട് ഹിൻറ്റിന് വേണ്ടി ചോദിക്കുന്ന ഒരു 2 ചോദ്യത്തിന് ഞാൻ ഓരോ കെഞ്ചന കൊണ്ട് ഓക്കെ 3 ചോദ്യം ചോദിക്കാം. 2 പേർക്ക് 3 ശരി, എന്നാൽ 2 പേർക്ക് 3 ചോദ്യം ചോദിക്കാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അപ്പം തന്നെ റിജക്ട് ചെയ്യും. അമ്മ ആദ്യത്തെ ഇന്റർനാഷണൽ ആണോ അതോ എന്താണ് ഡൊമസ്റ്റിക്? വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, റിജക്ട്. അത് പറ്റില്ല കേട്ടോ, അതെങ്കിലും പറയണം. നോ, വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ശരി, ഒരൊറ്റ പ്ലേസ് ആണോ അതോ കുറച്ച് ഓരോരോ പ്ലേസിൽ ഇങ്ങനെ അങ്ങനെ, അതായത് ഒരു ഓൾ ഇൻ ചെറുതായിട്ട് ഒറ്റ പ്ലേസ് ആണോ അതോ ചെറുതായിട്ട് ഇങ്ങനെ പോയിട്ട് ഓൾ ഇന്ത്യ ഞാൻ പറയാം. മെയിനായിട്ട് പോണത് 2 സ്ഥലത്തേക്കാണ്, എന്ന് വെച്ചാൽ അടുത്തടുത്തുള്ള 2 സ്ഥലത്ത്. അടുത്തടുത്തുള്ള 2 സ്ഥലം. ഏതെങ്കിലും ഒരു പ്ലേസിൻ്റെ ഒരു ലെറ്റർ പറഞ്ഞുതരുമോ? ഓക്കെ, ഈ മെയിനായിട്ട് വന്ന് കുട്ടി 2 സ്ഥലം ഞാൻ പറഞ്ഞില്ല, അടുത്തടുത്തുള്ള 2 സ്ഥലം. അതിൽ ഒരു സ്ഥലത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ കെ ആണ്. കെ. നീ ക്വസ്റ്റ്യൻ കിട്ടിയ കന്യാകുമാരിയും പിന്നെ അതിൻ്റെ അടുത്ത് ഏതാ സ്ഥലം? അതെനിക്കല്ല. കണ്ട ഞാൻ 10ാം ക്ലാസ്സിൽ പോയിട്ടുണ്ട്, ട്രിവാൻഡ്രം കന്യാകുമാരി. ചോദിച്ചാൽ ആ ക്വസ്റ്റ്യൻ കൊള്ളാട്ടാ. അമ്മൻ്റെ 2 ക്വസ്റ്റ്യൻ ബ്രില്യൻ്റ്. സൗത്ത് ആണോ നോർത്ത് ആണോ? ചേച്ചി ആലോചിക്കണം. 3 ക്വസ്റ്റ്യൻ നിനക്കുള്ളൂ. നോർത്ത് മിഡിൽ. അവളിപ്പോഴും പറഞ്ഞിട്ടില്ല. ഓക്കെ, നമ്മൾ പോകുന്നത് സൗത്തിലുള്ള സ്ഥലത്തേക്കാണ്. സൗത്ത് എന്ന് പറഞ്ഞ മുകളിലല്ലേ? അല്ല, താഴെയല്ലേ? സൗത്താണ്. ഇനി എന്തെങ്കിലും 2 ക്വസ്റ്റ്യൻസ് കൂടെ നടക്കുന്നുണ്ട്. അവിടെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ലാംഗ്വേജ് ആണോ സംസാരിക്കുക? എങ്ങനത്തെ ലാംഗ്വേജ് ആണ്? ലാംഗ്വേജ് നോട്ട് അറ്റ് ഓൾ ഫെമിലിയർ. ഒട്ടും ഫെമിലിയർ അല്ല, നമുക്കറിയില്ല. ഫെമിലിയർ വെച്ചല്ല, നമ്മുടെ സിനിമകൾ നമുക്ക് ഹിന്ദി അറിയില്ലല്ലോ. നമ്മൾ സിനിമകൾ കാണില്ലേ, അപ്പൊ അതിന് നമ്മൾ ആ ലാംഗ്വേജസ് നമ്മൾ കാണാറുണ്ടോ? നോ. ശരി ഗൈസ്, നമ്മൾ ഹിൻസ് കൊടുത്തു. ആക്ച്വലി എൻ്റെ വീഡിയോ കാണാൻ അവർക്കും ഇപ്പൊ ഏതാ സ്ഥലം എന്നറിയില്ല. നിങ്ങളും ഗസ് ചെയ്യേ. അത് ആ സ്റ്റേറ്റിന്റെ ആണോ അതോ അതിലുള്ള നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സ്ഥലത്തിന്റെ സ്റ്റാർട്ടിങ്. ഗുഡ്, താങ്ക് യു. നല്ല ഫണ്ണായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നാളെ വരെ ഫണ്ണ്. എന്റെ ഡ്രസ്സൊക്കെ ചുളിഞ്ഞു. ആൾക്കാർക്ക് സർപ്രൈസ് കൊടുത്ത് ഗസ്റ്റ് ചെയ്തിട്ട് മാനസിക സ്ഥലം അറിയേണ്ട സമാധാനം ഇല്ല, അതല്ലേ പറയാൻ പോകുന്നില്ല. ഓക്കെ ഗൈസ്, അങ്ങനെ ഇന്ന് 18-ാം തീയതിയായി. നമ്മളെല്ലാരും റെഡിയായി. എങ്ങോട്ട് പോകാനാ റെഡി ആയത്? അറിയില്ലടാ. എയർപോർട്ടിക്ക്. അതറിയില്ലേ? എന്താണ്? ശരി, നീയോ? എൻ്റെ ഒരു മനസ്സ് പറഞ്ഞു കൊച്ചി പോയിട്ട് തിരിച്ചു വരാനാണ്. ശരി, എന്നാലേ എല്ലാവരും പാസ്പോർട്ട് എടുത്തിട്ട് വാ. എന്താണ് പൈസ കളയണമെന്നും? ഗൈസ്, പാസ്പോർട്ട് എടുക്കുക പറഞ്ഞപ്പോഴത്തേന് ഇവരെ എല്ലാവർക്കും മനസ്സിലായി ഓക്കെ ഇന്ത്യൻ്റെ പുറത്താണ് പോകണത്. അപ്പോൾ ചേച്ചി പറയുന്നു ചൈനയിലും ജപ്പാനിലുമാണ് പോകുന്നുണ്ടെന്ന്. ചേച്ചിക്ക് എപ്പോഴും കഷ്ടപ്പാടിലൂടെ നേടാനാണ് ഇഷ്ടം. ഉരുട്ടണത് ബാഗായിട്ട് പോലും അതിനെടുത്തോണ്ട് പോണു. അമ്മ കണ്ടോ, മോഡേൺ മമ്മി. വാ, ജീൻസും ടോപ്പൊക്കെയാണ്.
ഓ ആദ്യത്തെ മറ്റേ ദുബായ് ട്രിപ്പിൽ പോകുമ്പോൾ കുർത്തിയല്ലാണ്ട് ഇടില്ലായിരുന്നു. പക്ഷെ എന്താ ചെയ്യുക, എങ്ങനെയാണോ അമ്മനെ നമ്മൾ വളർത്തിയത്. ഗൈസ് ആദ്യം നമ്മൾ പ്ലാൻ ചെയ്ത് പപ്പ നമ്മളെ ഡ്രോപ്പ് ചെയ്യുന്നതാണ്. പക്ഷേ തിരിച്ച് വരുന്ന ദിവസം നമ്മൾ 26-നാണ് തിരിച്ച് വരുന്ന ദിവസം പപ്പക്ക് കുറച്ച് പണിയുള്ളൊരു ദിവസമാണ്. അതുകൊണ്ട് നമ്മളെ പപ്പക്ക് വിളിക്കാൻ വരാൻ വേണ്ടി പറ്റൂല. അപ്പോൾ നമ്മൾ ഓർത്ത് നോക്കി എന്നാൽ നമ്മൾ തന്നെ വണ്ടി എടുത്തിട്ട് പോകാം. അപ്പോൾ ഇവിടെ അച്ഛമ്മ അച്ഛനൊക്കെ ഇരിക്കുന്നുണ്ട്. സാർ പക്ഷേ ഫ്ലൈറ്റ് പുലർച്ചെ 2:45. സ്ഥലം അമ്മയ്ക്ക് അറിയില്ല കേട്ടോ, പറഞ്ഞു കൊടുക്കാൻ പാടില്ല. അമ്മ ചിലപ്പോ തന്ത്രപൂർവ്വം ചോദിക്കും എങ്ങിട്ടാന്ന്. അതെ കാണും പറയട്ടെ. ഓക്കെ ബൈ ബൈ ഗൈസ്. ഞാൻ അവിടെ നല്ല മുതലിറച്ചി കിട്ടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഹിൻഡ് തരികയാണ്, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ എങ്ങിട്ടാണ്. ഇവിടെ നമ്മുടെ 3 പെട്ടികൾ ഇരിക്കുന്നുണ്ട്. ഇനി ഇത് 3-നും ഹൈറ്റ് ഓർഡറിൽ നിൽക്കണേ, 3-നും വണ്ടിയിൽ കയറ്റണം. അപ്പോൾ ഞാനും അമ്മയും കൂടെ ഒന്ന് കയറ്റട്ടെ. ഗൈസ് നമ്മുടെ ഫ്ലൈറ്റ് പുലർച്ചെ 2:45-നാണ്. അതായത് ഇപ്പോൾ 2:45 ഫ്ലൈറ്റ് വെച്ചാൽ നമ്മൾ 11:45 അവിടെ എത്തിയാൽ മതി. പക്ഷെ നമ്മൾ ഏകദേശം ഒരു 10-11 ആകുമ്പോഴത്തേനും അവിടെ എത്തും. ഗൈസ് ഇപ്പോൾ നമ്മൾ നമ്മുടെ ഓഫീസിലെത്തി. പപ്പ എവിടെയാണെന്നുള്ളത് അമ്മയുടെ വീട്ടിലേക്ക് നിർത്തി എല്ലാവരോടും ബായ് പറഞ്ഞു. നമുക്ക് പപ്പയോടും കൂടെ ബായ് പറയാം. പപ്പ ഇപ്പോഴും അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ മൈ ഗോഡ്. അമ്മയും ചേച്ചി ഒക്കെ ഉണ്ട്. പോവാ എല്ലായിടത്തും എന്നാണ് തോന്നുന്നത്. ഹലോ, ഞങ്ങൾ പോയിട്ട് വരാം. എന്താണ് കരിയണ്? ചോറ് കിട്ടാതാണോ സങ്കടം? ഒറ്റയ്ക്കിരിക്കുന്നതാണോ? അപ്പൊ അതൊരു ഓപ്പർച്യൂണിറ്റി എടുത്തൂടെ? കരയോ നീ ലാസ്റ്റ് വീഡിയോ കോൾ ചെയ്ത്? കരയും തോന്നണോട്ടെ എനിക്ക് ഒറ്റയ്ക്കിരിക്കണ്ടാന്ന്. അമ്മ സന്തോഷിക്കണു. ഞാൻ പോയി കറങ്ങിയിട്ട് വരാന്ന്. എന്താ തോന്നുന്നു? പാപ്പക്ക് ഇപ്പോൾ അവരുടെ റിയാക്ഷൻ കാണണം മുമ്പിൽ. അതാണ് റിവീൽ ചെയ്യുമ്പോൾ വീഡിയോ കോൾ ചെയ്യുക. ഇവരെ കണ്ടുപിടിക്കുക എയർപോർട്ടിൽ എത്തുമ്പോൾ. കണ്ടുപിടിക്കട്ടെ. നിങ്ങൾ ഇനി അനാവശ്യം ഒരു കോംപ്ലിക്കേറ്റ് ആക്കി നിൽക്കണം. മൈക്കൊക്കെ ഉണ്ട്, പ്രൊഫഷണലാണ്. ഓക്കെ അപ്പോൾ ഞങ്ങൾ പോവാണ്. എന്താണ് അമ്മ എന്തിനാ ചിരിക്കണം? അമ്മയ്ക്ക് എന്തിനാ സന്തോഷം? അമ്മേന്റെ വില പപ്പക്ക് മനസ്സിലാവുന്നോ? അല്ല നമ്മുടെ എല്ലാവരുടെയും. ചേച്ചി നിനക്ക് എന്ത് തോന്നുന്നു? പപ്പ എന്ത് ഒറ്റയ്ക്ക്? പപ്പ ചോറിപ്പോൾ എന്തായാലും നിവർത്തിയില്ല. ചോറ് അച്ഛമ്മ റെഡിയാക്കിയ എന്നാലും ഇത് അമ്മ ഉണ്ടാക്കി കൊടുക്കണ പോലെ പപ്പയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടണ്ടേ ചോറും കൂട്ടാനൊക്കെ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കാം പപ്പൻ്റെ വെൽബീയിന് വേണ്ടിയിട്ട്. ഓക്കെ നിർത്തിയില്ലെങ്കിൽ നിങ്ങളെ ഫ്ലൈറ്റ് കയറി വാ ഒരു ദിവസം. ഓക്കെ അപ്പോൾ ഓക്കെ ഗൈസ്. ശരി ബൈ ഗൈസ്. നമ്മളങ്ങനെ എയർപോർട്ട് എത്തി. പാലക്കാട് തൊട്ട് എറണാകുളം എയർപോർട്ട് വരെ ഓടിച്ച പൂജക്ക് ഒരു ഷൗട്ട് ഔട്ട്. ക്ലാപ്പ് ചെയ്യമ്മ. ഇത്ര നേരം മുളുപ്പില്ലാണ്ട് ഉറങ്ങിയ അമ്മക്ക് വേറെ ഷൗട്ട് ഔട്ട്. ക്ലാപ്പ് ചെയ്യടാ, ക്ലാപ്പ്. ശരി തലവേദന. അപ്പോൾ ഗൈസ് ഞാൻ ഈ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാൻ പോകണം. ബിക്കോസ് ഇതിൻ്റെ ഉള്ളിൽ കയറി എന്തായാലും ഇവർക്ക് സ്ഥലം മനസ്സിലാവും. ഏകദേശം ഇവർക്ക് അറിയുകയും ചെയ്യാം. ഓക്കെ പക്ഷെ അമ്മക്കറിയാം. അമ്മ ഗസ് ചെയ്തതിൽ ഒന്ന് തന്നെയാണ്. പക്ഷെ അമ്മക്ക് ഇത്രയും ബുദ്ധി ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. ലോഡ് ആയിത്തൊന്ന് കറക്റ്റാണ്. 100 ഗസ്. ലോകത്തിലെ മറ്റു 193 രാജ്യങ്ങളും പറഞ്ഞതിൽ ഒരെണ്ണം പറയരുത് അടുത്ത വ്ളോഗിൽ. അപ്പോൾ ഗൈസ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോ നമ്മൾ നേരെ എയർപോർട്ടിൽ നിന്ന് നമ്മുടെ സ്ഥലം എത്തുന്നവരെയുള്ള വീഡിയോ. സോ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ സ്ഥലം ഗസ് ചെയ്യാൻ താഴെ. ഓക്കെ ബൈ പറ. കുഴപ്പമില്ല, നമുക്കിതൊക്കെ മതി. ബൈ പറമ്മ. ഓക്കെ ബൈ.